തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഭീഷണി പ്രസംഗവുമായി മലപ്പുറത്ത് CPM ലീഗ് നേതാക്കൾ. CPMനെ കളി പഠിപ്പിക്കാൻ വന്നാൽ കയ്യും കാലും വെട്ടി അവിടെ ചെങ്കൊടി ഉയർത്തുമെന്നാണ് മുൻ പഞ്ചായത്ത് അംഗം ഫൈസലിന്റെ ഭീഷണി. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ ഇടതംഗമാണ് ഫൈസൽ. തലതൊട്ടപ്പന്മാർ തമ്പുരാക്കന്മാർ വന്ന് പറഞ്ഞാലും കബറിന്റെ 6 അടി മണ്ണിൽ നിന്ന് ഉണർന്നു വന്ന് പറഞ്ഞാലും ഏറ്റമാടിന്റെ ഈ കോട്ട വെട്ടിക്കുവാൻ ആയിട്ടില്ലട നാറികളെ. ഒരിക്കൽ കൂടി പറയാണ്, തെരുവ് നാറികളെ, ഇനി എങ്ങാനാ ആട്ടുതുക്കുമായി കുറുങ്കാടിന്റെ ഏലത്ത് വന്ന് രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും വെട്ടി ചെങ്കൊടി കെട്ടും ഞങ്ങൾ പറഞ്ഞേക്കാം. ഇത് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല. കയ്യൂരിലും കരിമല്ലിലും നിറായാലും പുന്നപ്പറയിലും ചുവന്നു പൊങ്ങിയ ആ ചോരച്ചുകൂടി ഉയർത്തുപാട്ടായവരാ പറയുന്നത്. ഇനിയും നിങ്ങളുടെ തിമ്മാതി രാഷ്ട്രീയം, തെണ്ടിത്തരത്തിന്റെ രാഷ്ട്രീയം ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരരുത്. നിങ്ങളെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കൈയോങ്ങിയാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്ന് വളാഞ്ചേരിയിൽ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് ശിഹാബുദ്ദീനും ഭീഷണി മുഴക്കി. വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDFന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളുടെ KMCCയുടെ നേതാവ് ഇബ്രാഹിം കുട്ടിയെ തച്ചവനെ ഞങ്ങൾ തിരിച്ചതല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണി തച്ച് മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല എന്ന് ഇവിടെയുള്ള നാരികളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, എല്ലാവരുടെയും പേരെടുത്ത് ഞങ്ങൾ പറയും. ആർക്കെങ്കിലും പറയാൻ ചങ്കൂറ്റമുള്ള ഒറ്റത്തന്തയ്ക്ക് പിറന്നവരുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇവിടെയും ജനീൽ ആളാണ്. പിന്നെ കാളിയാളിൽ നിന്നോ അതല്ല മറ്റു വളാഞ്ചേരിയിൽ നിന്നോ പന്മാരമ്പത്തിൽപ്പെട്ടു വന്ന ഒരു ആളല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങളോട് ഞങ്ങൾ മാന്യമായി വോട്ട് ചോദിച്ചുകൊണ്ട് വിജയിച്ചു കൊണ്ടുവന്നവരാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ പണം വെച്ചുകൊണ്ടോ നിങ്ങളുടെ പവർ വെച്ചുകൊണ്ടോ ജയിച്ചതല്ല. ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചതാണ്. അതിന്റെ ഒരു പ്രതികാരമായി ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷങ്ങൾ കൊണ്ടാടും. അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ മുട്ടിങ്കാല് തല്ലിയൊടിക്കുമെന്ന് യാതൊരു സംശയമില്ല. ഇന്ന് ഇറങ്ങാൻ പറ്റിയ ഏതെങ്കിലുമല്ല പട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വരണമെന്നാണ് പറയാനുള്ളത്, തുടക്കത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ തുടങ്ങുകയാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഇടതുപക്ഷത്തിനുണ്ടായതാണ്. അതിനുശേഷം പരസ്പരം പ്രകോപനമുയർത്തിയുള്ള പ്രസംഗങ്ങൾ, കൊലവിളി പ്രസംഗങ്ങൾ, അതോടൊപ്പം ഭീഷണിയൊക്കെ ഉയർന്നു വരുന്നു. ഇന്ന് രാവിലെ പുറത്തു വന്നത് ഒരു സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ CPMന്റെ ഒരു ലോക്കൽ സെക്രട്ടറി നടത്തിയ അധിക്ഷേപ പ്രസംഗം, അതോടൊപ്പം കൊലവിളി പ്രസംഗങ്ങൾ. എന്താണിപ്പോൾ മലപ്പുറത്ത് സംഭവിക്കുന്നത്? ടോം, നമ്മൾ KB മജീദിന്റെ LDFന്റെ പ്രസംഗം നമ്മൾ കേൾപ്പിച്ചില്ല. കാര്യം കേൾപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്രയും മോശമായിട്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെയാണ് ഒരു ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ സംസാരിച്ചിരിക്കുന്നത്. അതോടൊപ്പം നമ്മളിപ്പോൾ 2 എണ്ണം കേൾപ്പിച്ചത് 2 പേർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനിടയിൽ അല്ലെങ്കിൽ ഈ ആവേശത്തിനിടയിൽ സംസാരിച്ചതാണ്. എന്താണെങ്കിലും ഇതിൽ നമുക്കറിയാം, മലപ്പുറത്ത് ഇടതുപക്ഷം ചിത്രത്തിൽ എവിടെയും ഇല്ല എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കണ്ടതാണ്. ഇവിടെ അപൂർവമായിട്ട് 3 ഇടങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷം ജയിച്ചത്. അതിലൊന്നാണ് വളവന്നൂർ ഈ ഒരു ഭീഷണി പ്രസംഗം നമ്മൾ കേട്ടെടുത്ത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിൻ്റെ ആവേശത്തിൽ അത്തരത്തിൽ മറ്റെല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വളാഞ്ചേരിയിലാകട്ടെ മത്സരത്തിൻ്റെ ഇടയിൽ ഉണ്ടായൊരു സംഭവത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. ടോം, ഇവിടെ ഇതൊന്നുമല്ല ഇവിടെ വിഷയം. പ്രധാനമായിട്ടും ഒരു ആളുകളുടെ ശൈലിയും ആളുകളുടെ സ്വഭാവമൊന്നും കാലത്തിനനുസരിച്ച് മാറുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഭീഷണിയെ അപഹസിക്കുന്ന പ്രസംഗങ്ങൾ, സ്ത്രീകളെ മോശമാക്കുന്ന പ്രസംഗങ്ങൾ, ഇതൊക്കെ എന്നേ ജനം തള്ളിക്കളഞ്ഞതാണ് എന്നൊരു തിരിച്ചറിവ് ഈ നേതാക്കൾക്കാർക്കും ഇല്ല എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കളോടൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മിക്കവാറും പ്രതികരിക്കാൻ തയ്യാറായില്ല. നേതാക്കൾ പറയുന്നത് ആവേശത്തിൽ സംഭവിച്ചു പോയതാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നമ്മൾ കേൾപ്പിക്കാത്ത പ്രസംഗത്തിൽ തെന്നലിയിലെ CPMന്റെ
നേതാവായ കെ വി മജീദിൻ്റെ പ്രസംഗത്തിനെതിരെ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. യൂത്ത് ലീഗും വനിതാ ലീഗും ഒക്കെ അതിനെതിരെ പോലീസിനെ സമീപിക്കുമെന്നൊക്കെയാണ് അറിയുന്നത്. അങ്ങനെ സ്ത്രീകളെ അത്രയും അധിക്ഷേപിക്കുന്ന ഒരു പ്രസംഗമാണ് അയാൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം യൂത്ത് ലീഗിൻ്റെയും വനിതാ ലീഗിൻ്റെയും ഭാഗത്തുണ്ടാകും. ഇന്ന് വൈകുന്നേരം തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധം പരസ്യ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെയാണ് വനിതാ ലീഗിന്റെ പ്രതിഷേധത്തിനപ്പുറം നിയമ നടപടി ഉണ്ടാകുമോ? അത്തരം പരാതി പോലീസിനോ മറ്റോ പരാതി നൽകിയിട്ടുണ്ടോ വനിതാ നേതാക്കൾ? അതോടൊപ്പം അനുമോദ്, ഇതിപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സാഹചര്യമുണ്ടോ? ഈ വെറുമൊരു പ്രകോപന പ്രസംഗത്തിനപ്പുറം കൊലവിളി പ്രസംഗമാണ് നടത്തുന്നത്. ഈ വിഷയത്തിൽ ഈ നേതൃത്വം, ഇരു പാർട്ടികളുടെ നേതൃത്വം പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ, അതോ ഈ രീതിയിൽ അടിച്ചു തന്നെ തീർക്കാം, ഇങ്ങനെ പ്രകോപനം തുടരാം എന്നാണോ നിലപാട്? നിലവിൽ പോലീസിന്റെ മുൻവശം പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ പരാതിയുമായി പോകുമെന്നാണ് ചില പ്രസംഗങ്ങൾക്കെതിരെ വനിതാ ലീഗിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പരാതി ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ നമ്മളിവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ഒരു വടക്കൻ മലബാറിൽ വടിവാളുമായിട്ട് ഉള്ള ആ ഒരു പ്രകടനവും ഇതും രണ്ടായിട്ട് തന്നെ കാണണം. ഇവിടെയൊക്കെ ഈ വാക്കുകൊണ്ടുള്ള ഭീഷണിയും ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗങ്ങളും ആണുള്ളത്. മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളെ ന്യായീകരിക്കുകയല്ല, ഇതിലും മോശമായ പ്രസംഗങ്ങളായിരുന്നു മുമ്പ് നടന്നിരുന്നത്. അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇതൊന്നും പുറത്തു വരാതിരുന്നത് എന്നാണ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഒരു അഭിലഷണീയമായ കാര്യമല്ല. ഇവരൊക്കെ തിരുത്തുമെന്നാണ് നേതൃത്വം അറിയിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. കാരണം പലപ്പോഴും വിജയത്തിൻ്റെ ആ സന്തോഷത്തിലും ആവേശത്തിലും അതേപോലെ തോൽവിയുടെ ദുഃഖത്തിലും ഈ പറയുന്ന അപമാനത്തിലും ഒക്കെയാണ് ഇത്തരം വാക്കുകളൊക്കെ വരുന്നത്. പക്ഷേ ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിന് ചേരുന്നതാണോ, ഒരു പൊതുസമൂഹത്തിന് മാന്യതയുള്ള ഒരു മനുഷ്യർക്ക് ചേരുന്നതാണോ എന്നൊക്കെ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. സംഘർഷത്തിൻ്റെ സാധ്യതകളൊന്നും നിലനിൽക്കുന്നില്ല. എല്ലാവരും ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ സ്പിരിറ്റിൽ പറഞ്ഞു എന്ന തരത്തിൽ തന്നെയാണ് മിക്കവരും കാണുന്നത്. അതിനപ്പുറത്തേക്കുള്ളൊരു നടപടികളോ നീക്കങ്ങളോ ആരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പോലീസിന് പരാതി ലഭിച്ചാൽ പോലീസ് നടപടിയായി പോകും. പക്ഷേ പരാതി ഇതുവരെയ്ക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഈ അതാത് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ കഴിയുന്നൊരു കാര്യം. അതാണ് അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തിൽ പറഞ്ഞതെന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ ഇതൊക്കെ പൊതുജനങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ ശൈലി, ഇതൊക്കെ കൃത്യമായും നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരം ധാർഷ്ട്യം, ധിക്കാരം അതനുസരിച്ചായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിധി എഴുതുക എന്ന് നേതാക്കളെല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം.